ഇന്ന് വൈറ്റ് ആൻഡ് വൈറ്റ് ആയാ? ഇന്ന് വൈറ്റ് വൈറ്റ് പറഞ്ഞ മാതിരി ഇന്നലെ ബ്ലാക്ക് ആയിരുന്നു. ഹലോ ഫോക്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. ഇന്ന് ഞാൻ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറിന്റെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. പുള്ളിക്കാരൻ തൃശ്ശൂരാണ്, മിസ്റ്റർ സൗത്ത് ഇന്ത്യ ആണ്, മിസ്റ്റർ കേരളയാണ്. ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ട്രെയിനായിട്ട് വർക്ക് ചെയ്യാം. ഇന്നലെ ഒരു സെഷൻ ചെയ്തു, ചെസ്റ്റും ഷോൾഡറും ട്രൈസെപ്സും. ഇന്ന് ബാക്ക് ഡേ ആണ്. ഇന്നലെ ആക്ച്വലി ഞാൻ വ്ളോഗ് എടുക്കാൻ തന്നെയാണ് ജിമ്മിൽ പോയത്. പക്ഷേ ഞാൻ ഒരു പുതിയ മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് പണി പറ്റിച്ചു. അതിൻ്റെ ഒരു എന്താ പറയുക, മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ വ്ളോഗിൻ്റെ പ്ലാൻ എന്താ പറയുക ഡ്രോപ്പ് ചെയ്തു. ബട്ട് ഇന്ന് ഞാൻ വേറൊരു മൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞാനിങ്ങനെ ഫിസിക്കിൻ്റെ പോസിംഗ് ഒക്കെ പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആൾ ഇപ്പോൾ കാണിച്ചു തരാം. പുള്ളി എനിക്ക് എന്താ പറയുക പോസിങ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. പുള്ളി മെൻസ് ഫിസിക് അത്ലീറ്റ് ആണ്. അപ്പോൾ എന്തായാലും അവിടെ പോയി കാണാം. അങ്ങനെ ജിമ്മിലെത്തി. സോ ബ്രോ, നന്ദു ബ്രോ. അപ്പൊ നമ്മളിന്ന് ബാക്ക് ചെയ്യാൻ പോണത്. ബാക്കും പിന്നെ കുറച്ച് ബൈസെപ്സും ഉണ്ടല്ലേ? ബൈസെപ്സ് ഉണ്ടല്ലേ? ബൈസെപ്സ് ഉണ്ട്, ബാക്ക് മാത്രല്ല. എത്ര വരും? 5 വർക്കൗട്ട്. 5 വർക്കൗട്ട്. 5 വർക്കൗട്ട് ബാക്കിന്. ബൈസെപ്സിന് ഒരു വർക്കൗട്ട് ഉണ്ടാവുള്ളൂ. അപ്പോ സ്റ്റാർട്ടിങ് നമുക്ക് ഡെഡ് അടിച്ചിട്ട് തുടങ്ങാം. ഡെഡ് ലിഫ്റ്റ് വാം സെറ്റ് അല്ലേ? യെസ്, ഒരു വാം സെറ്റ് അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. മുകളിലെത്തുമ്പോ ബാക്ക് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, രണ്ടും വൈറ്റ് ആയി പോയി. അതെ, എല്ലാരും വിചാരിക്കും പ്ലാൻ ചെയ്തിട്ടതാണ്. ഇന്നലെ ബ്ലാക്ക് ഇട്ടു, അതെ, ഇന്ന് വൈറ്റ്. പ്ലാൻഡ് അല്ല ഗൈസ്, പ്ലാൻഡ് അല്ല. റെപ്പ് 8 to 10 അല്ലേ? 8 to 10 10 to 12 ഓക്കെ. അത്ര ഹെവി ഒന്നുമല്ല. മുകളിൽ വരുമ്പോ സ്ക്വീസ് ചെയ്ത് നോക്ക് ബാക്ക്. ചെസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. 2 ലാസ്റ്റ് 1 2 ഓക്കെ. ഡൗൺ. ഇത് കൊള്ളാം. ഡെഡ് ലിഫ്റ്റ് എനിക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടി എഫക്ട് ചെയ്തല്ലേ ഫീൽ ചെയ്യണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോമും ടെക്നിക്ക് കറക്റ്റ് ആണെങ്കിൽ ഡെഡ് ലിഫ്റ്റ് ആണ് ഏറ്റവും അടിപൊളി. പക്ഷെ നമ്മള് ഫോക്കസ് ചെയ്യണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിനെ മാക്സിമം ഡെവലപ്പ് ചെയ്യാനാ. മാക്സിമം ലോഡ് കൊടുത്തിട്ട് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഇതാ, ഡെഡിനെക്കാട്ടി. ഡെഡ് എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പ്രഷർ നമ്മുടെ ഹാംസ്ട്രിങ്ങും ഗ്ലൂട്ടിലേക്കും ലെഗിലേക്കും ലോവർ ബോഡിക്ക് എന്തായാലും ഭയങ്കര എനർജി ലോസം വരുന്നത്. ഇത് ഹെവി ആവുക, ഹെവി ആവും. 8 റെപ്പ് ഉണ്ടോ? 20, 15, 35, 45 അത്ര ഇല്ലല്ലേ? പക്ഷെ മെഷീന് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു 20-25 kg റെസിസ്റ്റൻസ് ഉണ്ട് മെഷീൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഏകദേശം ഒരു 110, 45, 45, 90, 110, 115 കിലോ. ലാസ്റ്റ് സെറ്റാ? സെക്കൻഡ്. ഒപ്പം ഒന്നുകൂടെ. 2 more. 1. Last one. 1. Come on. 2. Yes. Last 1. Yes. വെയിറ്റ് ഉണ്ട്. ബെൽറ്റ് ഇട്ടില്ലേ? ബെൽറ്റ് ഇട്ടോട്ടാ, റിസ്ക് എടുക്കണ്ട. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ മാതിരി വെയിറ്റ് കുറച്ച് റപ്പ് കൂട്ടി ചെയ്ത കട്ട് ചെയ്യ, വെയിറ്റ് കൂട്ടി റപ്പ് കുറച്ച് ചെയ്ത ബൾക്ക് ചെയ്യാന്ന് പറഞ്ഞു. സയൻസ് ബേസ്ഡ്. അതെ. പോടെ. യെപ്പ്. 1 ഈസി. പോടെ. 2 ഈസി. ഒന്നുകൂടെ പോവോ? Yes. 1. Yes. 2. Come on. 8.
Good one. അടുത്തതാ അടുത്തത് T-bar. T-bar. 2 arm set, 2 working set. ടോട്ടൽ 3 set. ഡെഡ് അത്ര അടിച്ചിട്ട് ഇത് എന്താ പറയാ മറ്റേ ചെറിയ വെയിറ്റ് പൂവലെടുത്ത് നോക്കണ പോലെ ഉണ്ട്. വാമ്പല്ലേ അറിയണില്ല. നമ്മള് വാമപ്പ് സെറ്റ് ചെയ്യണതിന്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസിലിനെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിട്ടാ. മാക്സിമം അതിലേക്ക് ടെൻഷൻ കൊടുത്തിട്ട് ചെയ്യാൻ നോക്ക്. 1 2 10 2 1 2 last one Best scene out. How are you, man? Lightweight. Yeah, lightweight. Come on. 2 1 2 Yes. 2 more. That's 1. ബാക്ക് എപ്പോഴും ഗ്രോ ആവുക സ്ട്രെച്ചിലാ. കാരണം എല്ലാവർക്കും മിഡ് ബാക്ക് ഉണ്ടാവും, ലാറ്റ് ഉണ്ടാവില്ല. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ ലോഡ് ചെയ്ത് പിടിച്ചിട്ട് ഉള്ളിലേക്ക് സ്ക്വീസ് ചെയ്യണം, സ്ട്രെച്ച് ചെയ്യില്ല. മാക്സിമം സ്ട്രെച്ച് ചെയ്തടിക്കാൻ നോക്കും. last set come on പോടാ 1 2 9 one more 10 last one പോടാ one more yes എന്റെ ബാക്ക് ഗ്രോത്ത് എന്താ മനസ്സിലായി വെയിറ്റ് ഇടാറില്ല ഇങ്ങനെ. വെയിറ്റ് ഇടണം. വലിയ മസിൽ ഗ്രൂപ്പ് ലെഗ് എൻഡ്യൂറൻസ് കൂടി ട്രൈ ചെയ്യണം. അപ്പൊ എന്തായാലും ലെഗ് ഗ്രോ ആവണമെങ്കിൽ റപ്പിലും കാര്യമുണ്ട്. ബാക്ക് ചെസ്റ്റ് ഗ്രോ ആക്കണമെങ്കിൽ കൺട്രോൾ ചെയ്ത് അടിക്കാൻ പറ്റുന്ന അത്ര വെയിറ്റ് ഇട്ടിട്ട് അടിക്കണം. ഓവർ വെയിറ്റ് ഇട്ടിട്ട് ഫോം തെറ്റിച്ചിട്ടല്ല, പ്രോപ്പർ ഫോമില് കൺട്രോളബിൾ വെയിറ്റ് ഇട്ടിട്ട് ക്വാളിറ്റി റപ്സ് അടിക്കും. ബാക്ക് ഗ്രോ ആവും. അങ്ങനെ അടി. ഗുഡ്. കാലൊന്നുകൂടി ബെൻഡ് ചെയ്തോ. യെസ്. 3 ബാലൻസ് 4 10 ഫോം വരുന്നുണ്ടല്ലേ കുറച്ച് വെയിറ്റ് കുറച്ചിട്ടിട്ട് ഫോം ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്ക്. അതിലുണ്ടാവില്ല, അതിനുള്ള വെയിറ്റ് ഇല്ല. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഫോം ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. പ്രോപ്പർ ഫോമിലൊരു 10 റപ്പ്. യെസ്. എന്നിട്ട് ഇതിലേക്ക് സ്ട്രെച്ച്. യെസ്. ഫുൾ. ഗുഡ്. ദാറ്റ്സ് 1 2 7 ലാസ്റ്റ് 8. ഓക്കെ. അടുത്തത് ലാറ്റ് പുൾ ഡൗൺ വൈഡ് 3 വർക്കിംഗ് സെറ്റ്. ഇത് ഞാൻ അത്ര ഹെവി അടിക്കൂല കേട്ടോ. സപ്പോർട്ട് ഉണ്ടല്ലോ. ഇല്ല. യെസ്. 2 ഗുഡ് വൺ. അതന്നെ അടി. 3 യെസ്. Last one 8 2 more 9 yes 10. Okay. പോടാ. Yep. Easy വാ. 2 more. പോടാ. Two. 7. 3 more. 3 2 that's 1. Yes. ഇത് മൂന്നാമത്തെ വർക്കൗട്ട് അല്ലേ? രണ്ടിനുണ്ടല്ലേ? പോടാ. ഈസി. എത്രയായി? 6. പോടാ. 7. ഈസി. പോടാ. Okay. 8. Relax. Yeah. Yep. Okay. Come on. 1. Yes. Other. Stretch. 2. It's broken. Come on. 3. Yes. 4. Come on. 5.
6, 7. Last one. Come on. 8. അയ്യോ ഇത് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ? അത് കഴിഞ്ഞു. സമാധാനം. അടുത്തെന്താ? അടുത്ത സീറ്റ് കേട്ടോ. ഇത് പോസ് ചെയ്തില്ലല്ലോ. പോസ് ചെയ്യണോ? പോസ് ചെയ്യണം ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ബൈസെപ്സ് അല്ലെങ്കിൽ എപ്പോഴും നമ്മള് സ്റ്റേജിൽ എങ്ങനെയാണ് പോസ് ചെയ്യുന്നത് അതേപോലെ പോസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടെ ഒരു പോസ് സ്റ്റേജിലൊരു പോസ് അല്ല, എല്ലാതും ഒരേ ട്രാക്കിൽ ചെയ്ത് പഠിക്കും. ഓക്കെ, കുറച്ച് റൈറ്റ് ചെയ്യുക. മാക്സിമം ലാറ്റ് പുഷ് ചെയ്യുക പുറത്തേക്ക്. ഞാൻ അപ്പുറത്ത് നിന്നാ മതിയായിരുന്നു. അപ്പൊ എന്നെ കുറച്ച് വലുതായി കാണും. ഓക്കെ, ലാറ്റ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നില്ല ബെൽറ്റ് കാരണം. മാക്സിമം ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഒരു 8-10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കുക. യെസ്. പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകണം എന്നുള്ളൊരു മൈൻഡ് വരില്ല. അതുപോലെ ഇപ്പൊ ഇന്ന് തീരുന്നില്ലല്ലോ വർക്കൗട്ട്. അത് ഹെവി വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രശ്നം. അത് ഹെവി ആയിട്ട് ചെയ്യലില്ല എന്നല്ലേ. ഇത് എങ്ങനെ പഠിക്കാം? യെസ്. ചമേ ഇതെന്നാ? നോ ബ്രോ, കുറയ്ക്ക്. ഓക്കെ, സ്ട്രെച്ച് ചെയ്തോ. മാക്സിമം ലോവർ ബാക്കിലേക്കല്ലേ? ലോവർ ആപ്സിലേക്കല്ലേ? ഇതിലേക്ക് പുൾ ചെയ്യോ. സ്ട്രെച്ച്. യെസ്, പുൾ. പിന്നെ ചെറിയൊരു മൊമെന്റം കീപ്പ് ചെയ്തോ. ബോഡി സ്ട്രെയിറ്റ് ആക്കി പിടിക്കണ്ട. കാരണം സ്ട്രെയിറ്റ് ആക്കി പിടിച്ചാൽ തണ്ടലേക്ക് ലോഡ് വരും. ചെറിയൊരു മൊമെന്റം കീപ്പ് ചെയ്തിട്ട് ചെയ്യും. യെസ്, ഗുഡ്. 4. Come on. Yes. ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് പുള്ളപ്പ് ചെയ്യണത്. ബാഗ് എടുത്ത ഒറ്റ ഓട്ടം. 4, 5. Nice one. 6. ഇതിന്റെ റെസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നേരത്തെ സെയിം വെയിറ്റ് മതി. നേരത്തെ സെയിം വെയിറ്റ് ഇത് പറ്റിക്കാനാണെങ്കിലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. വയ്യാത്തോണ്ടാ. യെസ്. Come on. 1, 2, 3. Come on. Last one. Last one. Yes. Last one. Put it. Yep. Yeah. Nice one. ചില ആൾക്കാര് വന്നാല് ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യം. ഓളിത് വർക്കൗട്ട് ചെയ്യാ. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോ ഒരു വൃത്തിയാണ്. വർക്കൗട്ട് കാണുമ്പോ എല്ലാരും ചിലപ്പോ നോക്കി നിൽക്കാൻ പറ്റണം. ചിലപ്പോ ദേഹം ഉണ്ടാവും. അതെ, ദേഹം ഉണ്ടെങ്കിൽ കാര്യമില്ല. ബോഡിനായാലും വർക്കൗട്ട് ചെയ്യണത് വൃത്തിയില്ലെങ്കിൽ കാര്യമില്ല. ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റണം. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സിബം. എന്ത് ഭംഗിയാന്നറിയോ വർക്കൗട്ട് കാണാൻ. Come on. 3. Easy. Ready? 2 more. Come on. 9, 10. That's. സീബമിന്റെ വർക്കൗട്ട് അടിപൊളി. എന്ത് ഭംഗിയാന്നറിയോ. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോള് അതും വെയിറ്റോ. അത് കൺട്രോൾ ചെയ്ത് അടിക്കും. എന്ത് രസാ.
അടുത്ത വർക്കൗട്ട് അടുത്ത പുള്ളപ്പ് 2 വർക്കിംഗ് സെറ്റ്, പിന്നെ സ്റ്റാൻഡിംഗ് പുള്ളോവർ 3 വർക്കിംഗ് സെറ്റ് വരുമ്പോ പാമ്പില്ലാണ് പമ്പില്ല, പിന്നെ 3 സെറ്റ് സ്റ്റാൻഡിംഗ് പുള്ളോവർ സ്ട്രൈറ്റ് ബാർ. സ്ട്രെയിറ്റ് ബാറിലാണ്. അത് കഴിഞ്ഞു ബൈസിന് ഒരു വർക്കും. അത് ഒന്നെങ്കിൽ കോൺസെൻട്രേഷൻ കേൾ, റീച്ചർ കേൾ, അല്ലെങ്കിൽ ഹാമർ കേൾ, ഏതായാലും കൊടുക്കും. ഹാമർ ആണോ ഒന്നുകൂടി പ്രിഫറബിൾ ഫോർ മെൻസ് ഫിസിക് അത്ലീറ്റ്സ്. കാരണം ഈ ബ്രാക്കിയാലിസ് എപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കണം, നല്ല ഈ റൗണ്ട്നെസ് കിട്ടുള്ളൂ. ഹാമറിലാണ് ഈ ഒരു പോർഷനിലേക്ക് കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ പീക്ക് ടൈം ഒക്കെ ആകുമ്പോൾ റീച്ചർ നന്നായിട്ട് ചെയ്യും, ഇത് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ട് തിരിക്കും. ചെയ്യാം, പക്ഷെ ഇതേമാതിരി ചട്ടപ്പടാച്ചിട്ട് ചെയ്യരുത്, ടൈം എടുത്ത് ചെയ്യാം. യെസ്, ദിസ് ഈസ് മൈ കോച്ച് സുഹൈൽ ഇബ്രാഹിം. ഓ എന്റെ പൊന്നെ പൊന്തണല്ലേ മോനെ, കത്ത് പറ്റണ തടി 4 നാളെ പോയാൽ മതി. Come on. One more. Adi. ഇതാ Adi. 1, 2. Come on. 3. Adi. 4. Yes. 5. Okay. സ്റ്റാൻഡിംഗ് ഫ്ലോർ അടിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ലാസ്റ്റ് വർക്കൗട്ട്. ഓക്കെ. 3, 4, 5. വെയിറ്റ് കുറവാ അല്ലെ? അങ്ങനെ പഴംപോലെ അടി. ഇത് ഞാൻ ബാറിൽ ചെയ്തിട്ടില്ല, റോപ്പിലാവൂല്ലേ? വെയിറ്റ് കുറക്കണം. പുറത്ത് സ്ട്രെച്ചിലാണ് കേട്ടോ അത് കാര്യം. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, സ്പീസ് ചെയ്ത് കൊടുക്കും. അതൊന്ന് ഫോം കറക്റ്റ് ചെയ്തിട്ട് വെയിറ്റ് കൂട്ടാം. വെയിറ്റ് കുറച്ച് കുഴപ്പമില്ല, നമുക്ക് ക്വാളിറ്റി വേണ്ടത്. യെസ്, കറക്റ്റ്. മാക്സിമം സ്ട്രെച്ച് ചെയ്തോ. യെസ്, ഗോ. 2. യെസ്, 3. വരുന്നില്ല. യെസ്, കറക്റ്റാ. 4. ആടെ 5. ഇത് അടിക്കണ എങ്ങനെയുണ്ട്? എഫക്ട് ഉണ്ടോ? ബാറിലടിക്കണ എഫക്ട് ഇല്ല. ഞാൻ മുന്നേ റോപ്പില ചെയ്തായിരുന്നു, റീസെന്റ് ബാറാക്കിയതാ. പോടാ. Yep. 9. Yep. 10. Easy. 2 more. 1, 2. One more. 8 ഉണ്ടോ മോനെ? ഞാൻ കുറക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ 25 10 കൂട്ടി. Ready? 1. Come on. 2. Stretch. Yes. 3. Release ചെയ്യുമ്പോൾ ബോഡി ഒന്ന് താഴ്ത്തിക്ക് കൊടുത്തോട്ടെ. Yes. 4. Come on. 2 more. 9. ഷോൾഡർ ചെയ്യാൻ വേണ്ട, വെട്ടണ്ട. ഒരിക്കലും വെട്ടാൻ പാടില്ല. അങ്ങനെ ആവുമെന്ന് തോന്നി അപ്പം നിർത്തിക്കോ.
അതാണ് ഞാൻ 12 എത്തിയിട്ട് നിർത്തിയത്. കാരണം ചിലപ്പോ 13, 14 എനിക്ക് വലിച്ചടിക്കാൻ ഇത് പോയാൽ പിന്നെ കാര്യമില്ല, പണി പാടും. വെയിറ്റിന്റെ കുഴപ്പമില്ല, ബാക്ക് കൈ കലാസ്. കണ്ണ് കാണുന്നില്ല എനിക്ക്. വെളിച്ചത്ത് പോയിട്ട് നിൽക്കണമെങ്കിൽ ഇവിടെ അല്ല എനിക്ക് മറ്റേ ക്ഷീണായിട്ടേ അത് കാണില്ല. ഓ ഇത് 24 എപ്പം എങ്ങനെയാ? 20 ടോട്ടൽ 20. ഇതിലൂടെ നിർത്തിയാൽ നമുക്ക് 4 ആമിലെ ലോഡ് വരിക. ഒന്ന് അതാണ് അവൻ പറഞ്ഞിട്ടില്ല, കൈ കുറച്ച് ഫ്രണ്ടിക്ക് പിടിച്ചടിക്കാം, ഇങ്ങനെ വരണം. ഓക്കെ. Yes. 1 2 3 4. That's 1 2. Yes. സെയിം വെയിറ്റാ? എനിക്ക് കൂട്ടാൻ പറ്റില്ല, ഈ പറഞ്ഞ വെയിറ്റ് ആഡ് ചെയ്തു, കൈ ഈസിയില്ല. പണിയെടുക്കട്ടെ? പറ്റാത്ത പറഞ്ഞോ, എടുത്തോ, വെയിറ്റ് ആഡ് ചെയ്തോ, മാക്സിമം ഉറപ്പ് പോട്ടെ. Ten. Come on. 1. That's 1. Yes, good. ഇതുവരെ മറ്റേ മത്സരത്തിൽ ഇങ്ങനെ ഉന്തും മുടിയാവുന്ന മാറിക്കുന്നു. അത് ഡബിൾ ബൈസെപ്സ് പിടിക്കുമ്പോഴാണ് സ്ഥലമില്ലാത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഈ ഡബിൾ ബൈസെപ്സ് പിടിക്കും, ഞാൻ ഇത് പിടിക്കാം. ഓക്കെ. പോസിങ് കുറെ കറക്ഷൻ ആക്കാനുണ്ട്. പോസിങ് കണ്ണാടി നോക്കാണ്ടിരുന്ന പോസ് ചെയ്യാൻ പറ്റുന്ന പോലെ. കണ്ണാടി നോക്കാണ്ട് പോസ് ചെയ്യണം. കാരണം കണ്ണാടി നോക്കി പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ യൂസ്ഡ് ആവും. പിന്നെ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ആരെങ്കിലും പറഞ്ഞു തരേണ്ട ഒരു അവസ്ഥ. കണ്ണാടി നോക്കാണ്ട് പോസ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് നിന്നിട്ട് ഒരാൾ കറക്റ്റ് ചെയ്ത് തരണം, എന്നിട്ട് പഠിക്കുക. ഞാൻ റിസ്റ്റ് ഇങ്ങനെ പിടിക്കുക. സൈഡ് ചെസ്റ്റ്. യെസ്, പുഷ് ചെയ്യുക. ഗ്യാപ്പ് കാണരുത്. ഇറക്കി വെച്ചത് കാഫ് ടൈറ്റ് ചെയ്യുക. ഹാംസ്ട്രിങ്സ് ഗ്ലൂട്ട് സ്ക്വീസ്. ശരിയായോ? കറക്റ്റാ.